നമുക്കാദ്യം ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞത് ഒന്ന് കേൾക്കാം. കാരണം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഗവർണറെ കുറിച്ചാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഗവർണർ ഈ കാട്ടിക്കൂട്ടുന്നത് എന്തിനു വേണ്ടിയാണ് എന്നതിനുള്ള ഉത്തരം കെ സുരേന്ദ്രൻ പറയുന്നുണ്ട്. ആ വാക്കുകൾ കേൾക്കാം. ഈ ഗവർണറെ ഉടനെ മാറ്റണമെന്നൊക്കെ ചില ആൾ പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കണം. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു 5 കൊല്ലം കൂടി കേരളത്തിൽ ഇരുന്നാൽ നിങ്ങളൊക്കെ ആഫീസ് പൂട്ടി പോകേണ്ടി വരും. കെ സുരേന്ദ്രൻ പറഞ്ഞതിനെ കുറിച്ചും ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യത്തെക്കുറിച്ചും പറയുന്നതിന് മുമ്പ് നമുക്ക് അല്പം പുറകോട്ട് പോകാം. അന്നും ഇതേപോലെ ഗവർണർ ഉറഞ്ഞു തുള്ളിയിട്ടുണ്ട്. ഇന്ന് കളിക്കുന്നതൊന്നും കളിയല്ല. ഇന്നിപ്പോൾ SFIക്കെതിരെയാണല്ലോ ഇപ്പോഴത്തെ ഈ നാടകങ്ങൾ ഒക്കെ. എന്നാൽ അന്നത്തെ കളി നേരിട്ട് മുഖ്യമന്ത്രിയോടായിരുന്നു. രാജ്ഭവനിൽ ആദ്യമായി ഒരു ഗവർണർ വാർത്താ സമ്മേളനം വിളിക്കുന്നു. എന്തിനു വേണ്ടി? സംസ്ഥാന മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നതിന് വേണ്ടി. രൂക്ഷമായ വിമർശനമായിരുന്നു. വാർത്താ സമ്മേളനത്തിൽ മാത്രമല്ല, അതിനു മുമ്പും പിമ്പും വളരെ രൂക്ഷമായി സർക്കാരിനെ വിമർശിക്കുകയും സർക്കാരിനെ ബില്ലുകൾ ഒപ്പിടാതിരിക്കുകയും സർക്കാരിന്റെ തീരുമാനങ്ങൾ തള്ളിക്കളയുകയും ഒക്കെ ചെയ്തുകൊണ്ട് സർക്കാരിന്റെ പ്രവർത്തനം, ഒരു ജനകീയ സർക്കാരിന്റെ പ്രവർത്തനം തടസ്സപ്പെടുത്താൻ എങ്ങനെയൊക്കെ കഴിയുമോ അങ്ങനെയൊക്കെ ശ്രമിച്ചുകൊണ്ടിരുന്നു നമ്മുടെ ഗവർണർ. അദ്ദേഹത്തിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു അദ്ദേഹത്തിന് എന്തൊക്കെയോ മറ്റ് ആഗ്രഹങ്ങളുണ്ട്, അതിനുവേണ്ടിയുള്ള കളികളാണ് ഇതൊക്കെ എന്ന് കരുതിയാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗവർണർക്കെതിരെ ആദ്യമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വരുന്നത്. അത് മറ്റൊന്നുമല്ല, ആരിഫ് മുഹമ്മദ് ഖാന് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയാകണം. അതിനെന്താണ് വഴി? RSSനെ പ്രീതിപ്പെടുത്തണം, BJPയെ പ്രീതിപ്പെടുത്തണം. എന്തിനേറെ പറയുന്നു, നമ്മുടെ കെ സുരേന്ദ്രനെ BJPയുടെ സംസ്ഥാനത്തെ അധ്യക്ഷനെ പോലും തൃപ്തിപ്പെടുത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതിനുവേണ്ടി ഉറഞ്ഞു തുള്ളുകയായിരുന്നു നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ. പക്ഷേ ലക്ഷ്യം പാളി, നടന്നില്ല. ഇദ്ദേഹത്തെക്കാളും വളരെ നന്നായി ബംഗാൾ ഗവർണർ പെർഫോം ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ മമതാ ബാനർജി എന്ന മുഖ്യമന്ത്രിയെ വരിഞ്ഞിട്ട് മുറുക്കാനും അവിടുത്തെ പ്രവർത്തനങ്ങൾ പരമാവധി തടസ്സപ്പെടുത്താനും ശ്രമിച്ചിരുന്നു ബംഗാൾ ഗവർണർ. ആ ബംഗാൾ ഗവർണറെ ജഗദീപ് ധൻഖറെ ഉപരാഷ്ട്രപതിയാക്കാനാണ് RSS തീരുമാനിച്ചത്, BJP തീരുമാനിച്ചത്. അതുപ്രകാരം അദ്ദേഹം ഇപ്പോൾ ഉപരാഷ്ട്രപതി കസേരയിരിക്കുകയാണ്. പിന്നീട് കുറെ കാലം നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മൗനത്തിലായിരുന്നു. അധികമൊന്നും സർക്കാരിനോട് ഏറ്റുമുട്ടിയിരുന്നില്ല. ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും എന്നതിനപ്പുറത്ത് വലിയ ഏറ്റുമുട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ചാൻസലറെ ഗവർണർ സ്ഥാനത്ത് നീക്കാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കുകയും നിയമസഭ ബില്ല് പാസ്സാക്കുകയും ചെയ്തത്. അപ്പോൾ വീണ്ടും തെറ്റി. ഒരു അധികാരം നഷ്ടപ്പെടുകയാണ്. സർവകലാശാലകൾ കയ്യിലിട്ട് അമ്മാനമാടാം എന്നൊക്കെയായിരുന്നു അദ്ദേഹം വിചാരിച്ചത്. അങ്ങനെ അമ്മാനമാടുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തി. ഇത് മുൻകൂട്ടി കണ്ട് അദ്ദേഹത്തെ ചാൻസലർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചു. പക്ഷേ ആ ബില്ലിൽ ഒപ്പിട്ട് കൊടുത്തില്ല. അതോടുകൂടി വീണ്ടും തെറ്റി. സർക്കാരിനെതിരെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു തുടങ്ങിയിരുന്നു. പിന്നീടും അല്പം മൗനത്തിലായിരുന്നു. വലിയ ഉപദ്രവമൊന്നും ഉണ്ടായിരുന്നില്ല. AK ബാലൻ പറഞ്ഞതുപോലെ ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരുമ്പോഴാണ് അദ്ദേഹം ഇങ്ങനെ ഉറഞ്ഞു തുള്ളുന്നത് എന്ന് പറഞ്ഞിരുന്നു AK ബാലൻ, CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം. പിന്നീട് അദ്ദേഹത്തിന്റെ എല്ലാ ശക്തിയും എടുത്ത് സർക്കാരിനെതിരെ പോരാടാൻ തുടങ്ങിയത് ഇപ്പോഴാണ്. ഇപ്പോൾ എന്ന് വെച്ചാൽ SFIക്കെതിരെ സർവകലാശാലകൾ പിടിക്കാൻ, സർവകലാശാലകളിൽ RSSകാരെ നോമിനേറ്റ് ചെയ്യാൻ, RSSകാരെയും സംഘപരിവാറുകാരെയും സിൻഡിക്കേറ്റ് എത്തിക്കാൻ ഒക്കെയുള്ള തീവ്ര ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഗവർണർ. എന്താണ് ലക്ഷ്യം? ലക്ഷ്യം മറ്റൊന്നുമല്ല, ഒരു 5 വർഷവും കൂടി കേരളത്തിലെ രാജ്ഭവനിൽ ഇങ്ങനെ സുഖമായി കഴിയാൻ അവസരം തരണേ എന്ന് BJP നേതൃത്വത്തോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മുടെ ഗവർണർ ചെയ്യുന്നത്, അപേക്ഷിക്കുകയാണ് ഗവർണർ ചെയ്യുന്നത്. അധികാരമില്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന് ചരിത്രം എടുത്തു നോക്കിയാൽ അറിയാം. എത്ര പാർട്ടി മാറിയിട്ടുണ്ട് അദ്ദേഹം എന്നറിയാമോ? ഏത് പാർട്ടിയിൽ പോയാലാണോ നേട്ടമുണ്ടാകുക, ഏത് പാർട്ടിയിൽ പോയാലാണോ അധികാര സ്ഥാനത്ത് ഇരിക്കാൻ കഴിയുക, അങ്ങോട്ട് ചാടിപ്പോയി അവസാനം BJPയിൽ ചേർന്ന് നിൽക്കുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹം ഇതാ വീണ്ടും ഒരു 5 വർഷവും കൂടി ഒന്ന് കേരളത്തിലെ രാജ്ഭവനിൽ ഇരിക്കാൻ കഴിയുമോ? ഈ സർക്കാരിനെ പരമാവധി പ്രതിസന്ധിയിലാക്കാനുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞും അങ്ങനെ കളിച്ചും BJPയുടെയും സംഘപരിവാറിന്റെയും നേതാക്കളുടെ പ്രീതി പിടിച്ചുപറ്റി വീണ്ടും 5 വർഷക്കാലം തുടരാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് നല്ല കാലം വരട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇനി അദ്ദേഹത്തിന് 10 മാസം കൂടിയാണ് രാജ്ഭവനിൽ കഴിയുക.
ഈ ഗവർണറായി തുടരാൻ കഴിയുക 10 മാസം മാത്രം. ആ 10 മാസത്തിന് ശേഷവും അദ്ദേഹത്തിന് കേരളത്തിലെ ഗവർണറായി തുടരണം. അങ്ങനെ ഒരു കീഴ്വഴക്കം ഇതുവരെയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. 5 വർഷമാണ് പരമാവധി നൽകുക. ഇനി 5 വർഷം കേരളത്തിൽ കിട്ടിയില്ലെങ്കിൽ മറ്റേതെങ്കിലും സംസ്ഥാനമായാലും മതി, അതിലും അദ്ദേഹത്തിന് സന്തോഷമായിരിക്കും. അങ്ങനെയാണെങ്കിൽ അത്, അങ്ങനെയെങ്കിൽ അങ്ങനെ ഒന്ന് സഹായിക്കണം, അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ടാണ് SFI കുട്ടികൾക്ക് നേരെയുള്ള ഈ ചാടിക്കയറ്റം. അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികളുടെ പ്രായം പോലുമില്ലാത്ത വിദ്യാർത്ഥികളുടെ മുന്നിലേക്കാണ് അദ്ദേഹം ഈ രോഷപ്രകടനത്തോടുകൂടി ഇറങ്ങിച്ചെല്ലുകയും വാടാ പോടാ വിളിയും ക്രിമിനൽസ് ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഈ നാടകങ്ങൾ ഒക്കെ നടക്കുന്നത്. നാണക്കേട്, രാജ്ഭവന് നാണക്കേട്, മുൻ ഗവർണർമാർക്ക് നാണക്കേട്, രാജ്യത്തെ മുഴുവൻ ഗവർണർമാർക്കും നാണക്കേട് ഉണ്ടാക്കുന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ ഗവർണർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അതിനുള്ള ഉത്തരം, എന്തിനാണ് അങ്ങനെ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനുള്ള ഉത്തരമാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ. ആ വാക്കുകൾ എല്ലാം പറയുന്നുണ്ട്. ഈ ഗവർണറെ ഉടനെ മാറ്റണമെന്നൊക്കെ ചില ആൾ പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കണം. ഗവർണർ 5 കൊല്ലം കൂടി കേരളത്തിൽ വേണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു 5 കൊല്ലം കൂടി കേരളത്തിൽ ഇരുന്നാൽ നിങ്ങളൊക്കെ ആഫീസ് പൂട്ടി പോകേണ്ടി വരും. ആ വാക്കുകളിൽ എല്ലാം അടങ്ങിയിട്ടുണ്ട്. അതുതന്നെയാണ് ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം എന്ന് പറയാതെ പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അത് തന്നെയാണ് എന്ന് മലയാളികൾ മെല്ലെ മെല്ലെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുമുണ്ട്.